കണ്ണൂരിൽ കടൽവെള്ളം പരിശോധിക്കുന്നുണ്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ എന്നുള്ളതാണ്. അരുൺ പൂപ്പറമ്പ് അതിന്റെ വിശദാംശങ്ങളുമായി. അരുൺ, കണ്ണൂർ അഴീക്കൽ തീരത്ത് നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടമുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കടൽവെള്ളം എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് അറിയാനാണോ ഈ പരിശോധന? ഈ കപ്പലിന് തീപിടിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത് എന്നതാണ് ഇപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയം മുമ്പാണ് പയ്യാമ്പലം ഭാഗത്താണ്, കണ്ണൂർ പയ്യാമ്പലം ഭാഗത്താണ് കടൽ വെള്ളം മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ സാമ്പിളുകൾ എടുത്ത് അവർ പരിശോധന നടത്തിയത്. അവർ നേരത്തെ കപ്പൽ അപകടമുണ്ടായ സമയത്ത് കണ്ടെയ്നർ ഈ കടലിൽ വീണ ഘട്ടത്തിലും തുടർച്ചയായിട്ടുള്ള റൊട്ടീൻ പരിശോധനകൾ തുടർന്നു വന്നിരുന്നു. ഇപ്പോൾ പുതിയൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഒരു മുൻകരുതൽ എന്നോണമാണ് ഇത്തരം വെള്ളം പരിശോധന ഉൾപ്പെടെ നടത്തി വരുന്നത്. ഏതെങ്കിലും തരത്തിൽ നേരത്തെ തന്നെ ഈ അപകടകരമായിട്ടുള്ള രാസവസ്തുക്കൾ ഉൾപ്പെടെ ഈ കടലിൽ ഈ കണ്ടെയ്നറിന്റെ ഭാഗമായി കടലിൽ വീണിട്ടുണ്ട്, അത് കലർന്നിട്ടുണ്ടാവാം എന്നുള്ള സംശയങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു മുൻകരുതൽ. ഏതെങ്കിലും തരത്തിൽ ഇത് ഇങ്ങനെ പൂർണ്ണമായി കലർന്നു ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട് എന്നതല്ല ഇത് സൂചിപ്പിക്കുന്നത്. പക്ഷേ അതൊരു മുൻകരുതൽ നടപടി എന്നോണമാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഭാഗമായി ഈ വെള്ളം അതിൻ്റെ സാമ്പിൾ ശേഖരിച്ച് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഴീക്കൽ ഭാഗത്തുൾപ്പെടെ അതിൻ്റെ പരിശോധന ഉണ്ടാകും എന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ നിലവിൽ കണ്ണൂർ പയ്യാമ്പലം കടൽ തീരത്ത് അവിടെയാണ് വെള്ളം സാമ്പിൾ എടുത്ത് പരിശോധന നടത്തിയത്. അതൊരു മുൻകരുതൽ നടപടിയുടെ ഭാഗമായിട്ടാണ് സ്വീകരിച്ചത് എന്നതാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. ശരി, കണ്ണൂരിലാണ് കടൽവെള്ളം പരിശോധിക്കുന്നത്. ഒരു മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ്. പയ്യാമ്പലത്താണ് നിലവിൽ വെള്ളം ശേഖരിച്ചത്. അഴീക്കലിലൊക്കെ ഇത്തരത്തിൽ പരിശോധനയുണ്ടാകും. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിലാണ് പരിശോധന. അത് മുൻകരുതൽ നടപടിയാണ്. അതിലൊരാശങ്കയുടെ ആവശ്യമില്ല എന്നതാണ് അരുൺ പൂപ്പറമ്പ് നൽകിയ വിവരം.